ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ് അല്ലേ, ക്യാൻ ഉപയോഗിക്കണോ അതോ കുഡ് ഉപയോഗിക്കണോ? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? നമുക്ക് ചോദിക്കാം ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കുഡ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. പക്ഷേ ഇവിടെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഏത് ഉപയോഗിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അല്ലേ. ആ കൺഫ്യൂഷൻ ഇപ്പം തന്നെ തീർത്തേക്കാം, വളരെ സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ക്യാൻ എന്നുള്ള വാക്ക് നിങ്ങൾ എടുത്തു, അതിനകത്ത് എത്ര വാക്കുണ്ട്? ക്യാൻ എന്നുള്ളതിനകത്ത് 3 CAN അല്ലേ, 3 വാക്കാണുള്ളത്. കുഡ് എന്നുള്ള വാക്കത്തിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? കുഡ് 5 ലെറ്റേഴ്സ് ആണുള്ളത് അല്ലേ. അതായത് നമ്മളെക്കാൾ വലിയതാരാണ് ഇതിനകത്ത്? വലുത് കുഡാണല്ലേ. അപ്പോൾ നമ്മളെക്കാൾ വലിയവരുടെ അടുത്ത് നമുക്ക് ഏത് ഉപയോഗിക്കണം? കുഡ് ഉപയോഗിക്കണം. വലിയവരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ മുതിർന്നവർ, നമ്മളെക്കാൾ സ്ഥാനമുള്ളവർ, ജോലിയിൽ നമ്മുടെ സീനിയർ, ഇവരുടെ അടുത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം, നമുക്ക് കുഡ് ഉപയോഗിക്കാം. നമ്മുടെ അതേ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ അതേ സ്ഥാനമുള്ളവർ, അല്ലെങ്കിൽ നമ്മളെക്കാളും താഴ്ന്ന സ്ഥാനമുള്ളവരുടെയൊക്കെ എടുത്ത് നമുക്കിത് ഉപയോഗിക്കാം, ക്യാൻ ഉപയോഗിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടികളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് അവരെക്കാളും കൂടുതൽ സ്ഥാനമുണ്ട്, പ്രായമുണ്ട് അല്ലേ. അപ്പോൾ പ്രായം അതിൻ്റെ ഒരു ഘടകമാണ്. നമ്മളെക്കാളും കുറഞ്ഞ പ്രായമുള്ളവരോടൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ക്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായല്ലേ, കുഡ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ആണോ ക്യാൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ആണോ? അപ്പോൾ നമ്മളെക്കാൾ മുതിർന്നവരുടെ അടുത്താണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, കുഡ് ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ പൊക്കോട്ടെ എന്ന് എങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ ഗോ ഹോം നൗ, അല്ലെങ്കിൽ കുഡ് ഐ ഗോ ഹോം നൗ? ഇതൊക്കെ ഏതാണ്? നമ്മൾ പറഞ്ഞ അതേ ലോജിക്കല്ലേ. ഇച്ചിരി പൊളൈറ്റ് ആയിട്ടുള്ളത് ഏതാണ്? പൊളൈറ്റ് ആയിട്ടുള്ളത് കുഡാണ്. ഇച്ചിരി ഫോർമലായിട്ടുള്ളതും കുഡാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര സംശയത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെല്ലായിടത്തും കുഡ് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, ഏറ്റവും ഫോർമലായിട്ടുള്ളത്, ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ളത്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമാണ് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും ഏത് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ? നമ്മൾ കുഡ് ഉപയോഗിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ലേ. ഇനിയിപ്പോൾ കുഡ് ഐ ബോറോ യുവർ പെൻ ഫോർ എ മൊമെൻ്റ് ആണോ ക്യാൻ ഐ ബോറോ യുവർ പെൻ ഫോർ എ മൊമെൻ്റ് ആണോ? ഇനി ഇത് അർത്ഥം എന്താണ്? ഞാൻ നിങ്ങൾക്ക് എൻ്റെ നിങ്ങളുടെ പേനൊന്ന് തരാമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്, പൊളൈറ്റായിട്ട് ചോദിക്കും. ആ പേനൊന്ന് തരാമോ? എന്നാൽ സ്വന്തമായിട്ട് തരാമെന്നില്ല, അതുകൊണ്ടാണ് ബോറോ, ഞാൻ കടമായിട്ട് എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ട് തിരിച്ചു തരാമെന്നതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. പിന്നെ നമ്മൾ ഈ കോഴ്സ് കാണുമ്പോൾ, നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത് ഷെയറും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളിത് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ക്യാൻ ഐ ലീവ് ദ മീറ്റിംഗ് ഏർലി ടുഡേ? ഞാൻ മീറ്റിങ്ങിൽ നിന്ന് വെച്ച് നേരത്തെ പൊക്കോട്ടെ. അപ്പോൾ നമ്മുടെ ബോസിനോടാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോഴേ ഏതാണെന്നുള്ളത്? കുഡ് ഐ ലീവ് ദ മീറ്റിംഗ് ഏർലി ടുഡേ? ഞാൻ നേരത്തെ മീറ്റിങ്ങിൽ നിന്നും പൊക്കോട്ടെ. ക്യാൻ ഐ ടേക്ക് എ ഡേ ഓഫ് നെക്സ്റ്റ് വീക്ക് ഫോർ എ പേഴ്സണൽ മാറ്റർ? ഞാൻ അടുത്ത ആഴ്ച ഒരു ദിവസം ലീവ് എടുത്തോട്ടെ. ഒരു ഡേ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ലീവ് എടുത്തോട്ടെ, ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അതിനു വേണ്ടിയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് നല്ലത്? കുഡ് ഐ ടേക്ക് എ ഡേ ഓഫ് നെക്സ്റ്റ് വീക്ക് ഫോർ എ പേഴ്സണൽ മാറ്റർ എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ക്യാൻ ഐ ബ്രിങ് എ ഫ്രണ്ട് ടു ദ പാർട്ടി ഓർ കുഡ് ഐ ബ്രിങ് എ ഫ്രണ്ട് ടു ദ പാർട്ടി? ഞാൻ പാർട്ടിയിലേക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുവന്നോട്ടെ, നല്ലത് കുഡ് ഐ ബ്രിങ് എ ഫ്രണ്ട് ടു ദ പാർട്ടി. ഇനിയിപ്പോൾ ക്യാനും കുഡും ഇവിടെ മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമുക്ക് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, കുഡ് ഐ യൂസ് യുവർ ഫോൺ ടു മേക്ക് എ ക്വിക്ക് കോൾ? ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു ഫോൺ ചെയ്യാൻ വേണ്ടി. കുഡ് ഐ ഷെയർ ദിസ് ഇൻഫർമേഷൻ വിത്ത് മൈ ടീം? നമ്മളോട് ഒരാൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, അപ്പം ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ടീമിനോട് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ എന്നാണ് ചോദിക്കുന്നത്. കുഡ് ഐ ഷെയർ ദിസ് ഇൻഫർമേഷൻ വിത്ത് മൈ ടീം? ഇനി നമുക്ക് പെർമിഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. യു ക്യാൻ ഗോ ഹോം നൗ. അപ്പോൾ പെർമിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, ഇച്ചിരി മുതിർന്ന ആളാണല്ലേ, അതുകൊണ്ടാണല്ലോ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പോകാം. യു ക്യാൻ ഗോ ഹോം നൗ. യു ക്യാൻ ബോറോ മൈ പെൻ ഇഫ് യു ലൈക്ക്? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേന നീ എടുത്തോ എന്ന് പറഞ്ഞാൽ എടുത്തോന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചോ അല്ലേ. യെസ്, യു ക്യാൻ യൂസ് മൈ ലാപ്ടോപ്പ്. തീർച്ചയായിട്ടും നിനക്ക് വേണമെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കാം. യു ക്യാൻ ടേക്ക് ദ ഡേ ഓഫ് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ? നിനക്ക് വയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു ദിവസം നീ ലീവ് എടുത്തോ. യു ക്യാൻ ടേക്ക് ദ ഡേ ഓഫ് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് വെൽ? നിനക്ക് അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ സുഖമില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ലീവ് എടുക്കാം. യു ക്യാൻ ലീവ് ദ പാർട്ടി ഇയർലി ഇഫ് യു ഹാവ് അനദർ വർക്ക്സ്? എന്ന് പറഞ്ഞാൽ നിനക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പാർട്ടിയിൽ നിന്ന് നേരത്തെ പൊക്കോളാനാണ് പറഞ്ഞത്. യു ക്യാൻ ലീവ് ദ പാർട്ടി ഇയർലി ഇഫ് യു ഹാവ് അതർ വർക്ക്സ്. യെസ്, യു ക്യാൻ വാച്ച് യുവർ ഫേവറേറ്റ് TV ഷോ നൗ? തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുകയാണ് ഞാനൊന്ന് വാച്ച് ചെയ്തിട്ട് ക്യാൻ ഐ വാച്ച് മൈ ഫേവറേറ്റ് TV ഷോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മറുപടി ആയിട്ട് പറഞ്ഞു യെസ്, യു ക്യാൻ വാച്ച് യുവർ ഫേവറേറ്റ് TV ഷോ നൗ. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ വാക്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉപയോഗമേ വരുന്നില്ല.
ഞാൻ പാർട്ടിക്ക് പോകുന്നില്ല, ഒന്നുമില്ല, എങ്കിലും ഞാനിത് പഠിക്കേണ്ട ആവശ്യമുണ്ട്? ഒരിക്കലുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയും പഠിക്കുമ്പോൾ, നമ്മൾ ആദ്യം ഇത് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്യങ്ങളൊക്കെ പഠിക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള വാക്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുള്ള വാക്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക. അത് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇതിപ്പോൾ ഞാനിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയാണല്ലോ വന്നത്, അപ്പോൾ എഴുതാൻ വേണ്ടിയല്ലോ. അല്ല, എഴുതുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിത് എഴുതി നിങ്ങൾ പോക്കറ്റിൽ വെക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുക. നമ്മളെന്താണ് മറക്കത്തില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കുക. ആവശ്യമില്ലാത്ത വാക്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് എല്ലാ ഭാഷയും പഠിക്കുന്നത്, അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് പെർമിഷൻ ഇല്ല, അല്ലെങ്കിൽ റെഫ്യൂസ് പെർമിഷൻ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ടു സേ ദാറ്റ് സമ്മൺ ഡസ് നോട്ട് ഹാവ് ദ പെർമിഷൻ, നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അനുവാദമില്ല എന്നങ്ങനെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ പോയിക്കോട്ടെന്ന് ചോദിച്ചില്ലേ, യു കാൺ ഗോ ഹോം നൗ, പറ്റത്തില്ല. നോ, യു കാൺ ഗോ ഹോം നൗ, ഇപ്പം നിനക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. യു കാൺ വാച്ച് ദ TV അണ്ടിൽ യു കംപ്ലീറ്റ് യുവർ ഹോം വർക്ക്. എന്താണ്? നിൻ്റെ ഹോംവർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാതെ നിനക്ക് TV കാണാൻ പറ്റത്തില്ല. നോ, യു കാൺ ലീവ് ദ ക്ലാസ് റൂം അണ്ടിൽ ദ ബെൽ റിങ്സ്. എന്താണ്? ബെല്ല് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ബെല്ല് അടിക്കുന്നതിനും വരെ നീ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. ഐ എം സോറി, യു കാൺ ബ്രിങ് ദ ഔട്ട്സൈഡ് ഫുഡ് ഇൻ ടു ദ സിനിമ. നമ്മൾ പലപ്പോഴും കേട്ടുള്ളൂ, അല്ലേ? നമ്മളുടെ സിനിമ തിയേറ്ററിൽ പോകുമ്പം അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി നമ്മളോട് പറയല്ലേ, സോറി, ഐ എം സോറി, യു കാൺ ബ്രിങ് ദ ഔട്ട്സൈഡ് ഫുഡ് ഇൻ ടു ദ സിനിമ. പുറത്തുനിന്നുള്ള ഭക്ഷണം അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ പെപ്സിക്ക് 100 രൂപ 500 രൂപയൊക്കെ അല്ലേ? നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന് 10 രൂപയുടെ പെപ്സി ആയിരിക്കും. സ്റ്റുഡൻസ് കാൺ ട്രാവൽ ഫോർ ഫ്രീ. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ അവർ പറയത്തില്ല, ഇല്ല, പിള്ളേർക്ക് ഫ്രീ ആയിട്ട് പറ്റത്തില്ല. സ്റ്റുഡൻസ് കാൺ ട്രാവൽ ഫോർ ഫ്രീ. യു കാൺ യൂസ് മൊബൈൽ ഫോൺസ് ഇൻസൈഡ് ക്യാമ്പസ്. മൊബൈൽ ഫോണ് ക്യാമ്പസിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. യു കാൺ യൂസ് മൊബൈൽ ഫോൺസ് ഇൻസൈഡ് ക്യാമ്പസ്. യു കാൺ ഈറ്റ് ഡിസേർട്ട് ബിഫോർ ഡിന്നർ. ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ്, അത്താഴം കഴിക്കുന്നതിന് മുമ്പ് നീ മധുരം കഴിക്കരുത്, കഴിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ കുട്ടികളോടൊക്കെ ആയിരിക്കും ഇത് പറയുന്നത്, അല്ലേ? യു കാൺ, പറ്റില്ല. അപ്പോഴേ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഡിസേർട്ട് എന്നാണ് പറഞ്ഞത്, അത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രൊനൗൺസിയേഷൻ ഡെസേർട്ട് അല്ല. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അല്ലേ? ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്, ഡെസേർട്ട് മധുരമാണ്, അല്ലേ? എല്ലാ മധുരം, നമുക്ക് പുഡിങ്, അങ്ങനത്തെ ഐസ്ക്രീം, ഇതിനൊക്കെ നമുക്ക് പൊതുവേ പറയാവുന്നൊരു പേരെന്താണ്? ഡിസേർട്ട്. എന്താണ്? ഡിസേർട്ട്. യു കാൺ ഈറ്റ് ഡിസേർട്ട് ബിഫോർ ഡിന്നർ. ഈറ്റിന് പകരം ഹാവ് വേണമെങ്കിലും പറയാം. കാൺ ഹാവ് ഡിസേർട്ട് ബിഫോർ ഡിന്നർ. യു കാൺ യൂസ് മൈ ഫോൺ വിത്തൗട്ട് ആസ്കിങ് ഫസ്റ്റ്. എന്നോട് ആദ്യം ചോദിക്കാതെ നീ എൻ്റെ ഫോൺ എടുക്കരുത് കേട്ടോ. അനുവാദം ചോദിച്ചിട്ട് വേണം എടുക്കാൻ. യു കാൺ അറ്റൻഡ് കൺസേർട്ട് വിത്തൗട്ട് എ ടിക്കറ്റ്. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ ഗാനമേളയ്ക്കാണ് കൺസേർട്ട് എന്ന് പറഞ്ഞാൽ. ടിക്കറ്റ് ഇല്ലാതെ ഗാനമേള അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ പിടിച്ച് ചവിട്ടി പുറത്താക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. യു കാൺ ഈറ്റ് ഡിസേർട്ട് ബിഫോർ ഡിന്നർ. യു കാൺ യൂസ് മൈ ഫോൺ വിത്തൗട്ട് ആസ്കിങ് ഫസ്റ്റ്. യു കാൺ അറ്റൻഡ് ദ കൺസേർട്ട് വിത്തൗട്ട് എ ടിക്കറ്റ്. നമ്മൾ സജഷൻസ് പറയാം. സജഷൻസ് അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ എന്ന് പറയത്തില്ലേ, അതിനാണ് സജഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം സജഷൻസ് കൊടുക്കാം. വി കുഡ് മീറ്റ് അറ്റ് ദ വീക്കെൻഡ്. നമുക്ക് വേണമെങ്കിൽ ഈ ആഴ്ച അവസാനം കാണാം കേട്ടോ എന്ന് പറയത്തില്ലേ. വി കുഡ് മീറ്റ് അറ്റ് ദ വീക്കെൻഡ്. വി കുഡ് ഈറ്റ് ഔട്ട് ടു നൈറ്റ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ പറയുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഇന്ന് വൈകിട്ട് പുറത്തുനിന്ന് കഴിക്കാം. അതാണ് ഈറ്റ് ഔട്ട്. ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കുക എന്നർത്ഥം. ഓക്കെ, വി കുഡ് ഈറ്റ് ഔട്ട് ടു നൈറ്റ്. അവിടെയൊക്കെ നമ്മൾ കുഡാണ് ഉപയോഗിക്കുന്നത്, കാരണം നമ്മൾ സജഷൻ കൊടുക്കുകയാണ്, അല്ലേ? വി കുഡ് ട്രൈ ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ് ഫോർ ഡിന്നർ. ആ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ആ റെസ്റ്റോറൻറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത്താഴം അവിടെ നിന്ന് കഴിക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വി കുഡ് ട്രൈ ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ് ഫോർ ഡിന്നർ. വി കുഡ് പ്ലാൻ എ മൂവി ടു നൈറ്റ് വിത്ത് അവർ ഫ്രണ്ട്സ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോകാം ഇന്ന്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാം. പോകാമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്, അല്ലേ? വി കുഡ് പ്ലാൻ എ മൂവി ടു നൈറ്റ് വിത്ത് അവർ ഫ്രണ്ട്സ്. മേ ബി വി കുഡ് ഗോ ഫോർ എ ബൈക്ക് റൈഡ് ദിസ് വീക്കെൻഡ്. ഈ ആഴ്ചയിലെ അവസാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബൈക്കിലൊക്കെ ഒന്ന് കറങ്ങാം, അല്ലേ? മേ ബി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലേ? ഇതൊക്കെ സജഷനായിട്ടാണ് പറയുന്നത്, നിർബന്ധമുള്ള കാര്യമല്ല. നമ്മൾ ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്യാം അല്ലേ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് എന്നല്ലേ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവില്ലായ്മ, ഇതൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ക്യാൻ ഉപയോഗിക്കാം.
അല്ലെങ്കിൽ കാണ്ട് കൊണ്ട് ഉപയോഗിക്കുക. ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീ ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ അറിയാം. പക്ഷേ ഹീ കാൺ സ്പീക്ക് ഇംഗ്ലീഷ്, അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. അതാ അവിടെ കഴിവില്ലായ്മയാണ് അല്ലേ. ഹി കാൺ സ്പീക്ക് ഇംഗ്ലീഷ്. പക്ഷേ കഴിവില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്, നമ്മുടെ ലാംഗ്വേജ് മലയാളം നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അല്ലേ. ഇനി ഇവിടെ മറ്റൊരു ഉദാഹരണം, ഹീ ക്യാൻ സ്വിം ലൈക്ക് എ ഫിഷ്. എന്നാൽ അവനൊരു മീനിനെ പോലെ നീന്താൻ അറിയാം എന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. അവന് നന്നായിട്ട് നീന്തൽ അറിയാമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മീനിനെ പോലെ എന്ന് ഉദ്ദേശിച്ചത് അവന് അത്ര നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. ഹീ ക്യാൻ സ്വിം ലൈക്ക് എ ഫിഷ്. നമ്മുടെ ഒരു പഴയ കഴിവിനെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷീ കുഡ് സ്പീക്ക് സെവറൽ ലാംഗ്വേജസ് വെൻ ഷീ വാസ് എ ചൈൽഡ്. അവളൊരു കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് ഒരുപാട് ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാമായിരുന്നു. ഇപ്പോഴറിയാവുന്ന നിർബന്ധമില്ല, അവൾക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയത്തില്ലായിരിക്കും അല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞതല്ലേ. ഇനി അതിനാണ് പാസ്റ്റ് എബിലിറ്റി എന്ന് പറയുന്നത്, പഴയ ഒരു കഴിവ്. ഇവിടെ ഷി കുഡ്ന്റ് ഡാൻസ് വെരി വെൽ. അവൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, നന്നായി ഡാൻസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോൾ നന്നായി ഡാൻസ് ചെയ്യുന്നൊരു ധ്വനിയും കൂടെ അതിൻ്റെ അകത്തുണ്ട് അല്ലേ. അപ്പോൾ അവൾ വലിയ ഡാൻസുകാരിയാണ്, പക്ഷേ ഷി കുഡ്ന്റ് ഡാൻസ് വെരി വെൽ, അവൾക്ക് നന്നായിട്ട് അറിയത്തില്ലായിരുന്നു. ഷി കുഡ് സ്പീക്ക് സെവറൽ ലാംഗ്വേജസ് വെൻ ഷി വാസ് എ ചൈൽഡ്. ഷി കുഡ്ന്റ് ഡാൻസ്. ഇൻ ഹൈസ്കൂൾ ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ തപ്പിത്തടഞ്ഞാണ് പറയുന്നത്. പക്ഷേ ഹൈസ്കൂളിൽ വെച്ച് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അന്ന് എനിക്ക് അങ്ങനൊരു കഴിവുണ്ടായിരുന്നു അല്ലേ. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ കുഡ് ക്ലൈംബ് ട്രീസ് എഫർട്ട്ലെസ്ലി. ഞാനൊരു കുട്ടിയായിരുന്നപ്പോഴോ വളരെ സിമ്പിളായിട്ട് ഞാൻ നന്നായി മരത്തേൽ കയറുകയായിരുന്നു. ഇപ്പോഴും മരം ഒന്ന് കണ്ടാൽ വിറയ്ക്കും അല്ലേ. അപ്പോൾ എഫേർട്ട്ലെസ് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ചുമ്മാ നമ്മൾ പുല്ല് പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് എഫേർട്ട്ലെസ്ലി എന്ന് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം എന്നാണ്, ഈസിലി എന്ന് പറഞ്ഞാലും മതി. നമ്മൾ ഇത്രയും കട്ടിയായിട്ടുള്ള അതായത് ഒരു ഹൈ എൻഡ് വൊക്കാബുലറി ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ നമ്മൾ ആദ്യമായിട്ട് ശശി തരൂറിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ഹൈ എൻഡ് C2 എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് വൊക്കാബുലറി. അപ്പോൾ അങ്ങനെ ഉള്ള വൊക്കാബുലറി നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ട. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ജേണിയാണ്. നമ്മൾ ഇങ്ങനെ ഇപ്പം തന്നെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി, അവരാദ്യം എല്ലാ കാര്യങ്ങളും സംസാരിക്കും അല്ലേ, പതുക്കെ കഴിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം കുഞ്ഞുങ്ങൾ കുടിക്കുന്ന പാലാണല്ലേ. അപ്പോൾ നമ്മൾ ബിരിയാണി നല്ലതാണെന്ന് വേണ്ടി ബിരിയാണി വെച്ച് കൊടുത്താൽ അത് വലിയ വിഷയം ഉണ്ടാവില്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വൊക്കാബുലറി ആദ്യം ഉപയോഗിക്കുക. അതൊന്ന് പഠിച്ച് കഴിഞ്ഞ് നമ്മൾ കട്ടിയുള്ള ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ സാറൊന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നില്ലേ. അല്ല, ഞാൻ ഉപയോഗിച്ചെന്നുള്ളൂ, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിമ്പിളായിട്ടുള്ളത് ആദ്യം പഠിക്കുക. നമ്മൾ വലിയ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ടഫായിട്ടുള്ള വൊക്കാബുലറി പഠിച്ചാൽ പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനോടൊരു പേടിയുണ്ടാവും. അതാണ് എൻ്റെ വലിയ പ്രശ്നം. ഓക്കെ, അപ്പോൾ പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളത് പഠിക്കുന്നത് നമ്മുടെ മറന്നു പോകും, അല്ലെങ്കിൽ ആ പഠിക്കാനുള്ള നമ്മുടെ ഒരു അഭിനിവേശം നഷ്ടപ്പെട്ടു. അതാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ബിഫോർ ദി ഇഞ്ചുറി ഹി കുഡ് റൺ എ മാരത്തോൺ വിത്തൗട്ട് എനി ഡിഫിക്കൽറ്റി. അതായത് അവന് മുറിവുണ്ടാകുന്നതിന് മുമ്പ് അവന് മാരത്തോണൊക്കെ ഓടാൻ കഴിയുമായിരുന്നു, ഒരു പ്രശ്നവുമില്ലാതെ. മാരത്തോൺ ഇപ്പോൾ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ 50 കിലോമീറ്റർ അങ്ങനെയൊക്കെ അവന് ഓടാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് പറ്റില്ല. ഒരു പഴയ കഴിവിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അല്ലേ. ഇനി നമ്മളൊരു പരിതപിക്കുകയാണ്. അതായത് എനിക്കത് പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല. നമ്മുടെ ഒരു കുറ്റബോധം പോലെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഇവിടെ ഉദാഹരണം, ഷീ കുഡ് ഹാവ് ലേൺഡ് ഹിന്ദി ബട്ട് ഷീ ഡിഡ്ന്റ് വാണ്ട് ടു. അവൾക്ക് അത് പഠിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു, ഹിന്ദി പഠിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു, പക്ഷെ അവൾക്ക് അത് വേണമെന്നില്ലായിരുന്നു, അവൾക്കത് താല്പര്യമില്ലായിരുന്നു, അപ്പോൾ ചെയ്തില്ല. ഇനിയിപ്പോൾ പരിതാപം ഉണ്ടാകണമെന്നില്ല, എങ്കിലും അത് പറ്റുമായിരുന്നു പക്ഷെ ചെയ്തില്ല എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ ഉദാഹരണം, അപ്പോൾ കുഡ് ഹാവ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉദാഹരണം, ഐ കുഡ് ഹാവ് ഡാൻസ്ഡ് ഓൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി മുഴുവൻ ഡാൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല, ഞാൻ കിടന്ന് ഉറങ്ങി. പക്ഷെ എനിക്ക് പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല. ഷീ കുഡ് ഹാവ് അക്സെപ്റ്റഡ് ദ ജോബ് ഓഫർ ബട്ട് ഷീ ഡിസൈഡഡ് ടു ടേക്ക് ആൻ ഇയർ ഓഫ് ഫോർ ട്രാവൽ. ഷീ കുഡ് ഹാവ് അക്സെപ്റ്റഡ് ദ ജോബ് ഓഫർ. അവൾക്ക് കിട്ടിയ ജോലിയുടെ ആ ഉത്തരവ് സ്വീകരിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു,
പക്ഷേ ഷീ ഡിസൈഡഡ് ടു ടേക്ക് ആൻ ഇയർ ഓഫ്. ഒരു ഇയർ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം അവധി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് സ്വീകരിച്ചില്ല, ഒരു വർഷം ചുമ്മാ ഇരിക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാണ്? ഫോർ ട്രാവൽ, സഞ്ചരിക്കാൻ വേണ്ടി. I could have finished the project earlier, but I procrastinated until the last minute. എനിക്ക് ഈ പ്രൊജക്റ്റ് വളരെ നേരത്തെ തീർക്കാൻ പറ്റുമായിരുന്നു. I could have finished the project earlier. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. But I procrastinated. ഓക്കെ, ഈ procrastinate എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നതിനെയാണ് ഇംഗ്ലീഷിൽ procrastinate എന്ന് പറഞ്ഞത്. But I procrastinated until the last minute. അവസാന നിമിഷം വരെ മാറ്റിവെച്ചു. പക്ഷെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തതാണല്ലേ. നമ്മുടെ എല്ലാം പ്രശ്നം ഇതാണ്. നമ്മൾ പരീക്ഷയ്ക്ക് എപ്പോഴാണ് പഠിക്കുന്നത്? തലേദിവസം രാത്രിയിലല്ലേ, അല്ലെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാത്രി. അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിത്തവും നിങ്ങൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യരുത്. നമ്മുടെ ഇൻ്റർവ്യൂ വരുന്നതിൻ്റെ തലേദിവസം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് ചിന്തിക്കരുത്, അല്ലേ? ഇനി നമുക്കൊരു സാധ്യതയെപ്പറ്റി പറയാൻ വേണ്ടി നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഉദാഹരണം, ഇറ്റ് ക്യാൻ റെയിൻ ലേറ്റർ. മഴ പെയ്യാൻ സാധ്യതയുണ്ട് കുറച്ച് കഴിയുമ്പോൾ. ഇനി അതൊരു സാധ്യതയാണ്. ഇനി കുറഞ്ഞ സാധ്യതയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് സാധ്യത ഉണ്ട് അല്ലേ എന്ന് പറയും. ഇറ്റ് ക്യാൻ റെയിൻ ലേറ്റർ. ഓക്കെ, വളരെ കുറഞ്ഞ സാധ്യതയ്ക്ക് നമുക്ക് എന്ത് പറയാം? ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ എന്ന് പറയാം. ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ ആ സാധ്യത വളരെ കുറവാണ്, എങ്കിലും ചെറിയൊരു സാധ്യതയുണ്ടല്ലേ. ഇപ്പം നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? വളരെ കുറഞ്ഞ സാധ്യത, മിക്കപ്പോഴും മഴ പെയ്യത്തില്ല അവർ പറഞ്ഞല്ലേ. ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് ക്യാൻ ഇൻക്രീസ് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാമല്ലേ, നമ്മൾ സാധ്യതയുണ്ട്. ഇവിടെ എന്താണ് പിന്നെ നല്ല സാധ്യതയുണ്ട്. അതാണ് ക്യാൻ എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട് അല്ലേ. ക്യാൻ ഇൻക്രീസ് നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ദ ടെമ്പറേച്ചർ ക്യാൻ റൈസ് എ ലോട്ട് ബൈ ദ വീക്കെൻഡ്. ടെമ്പറേച്ചർ നന്നായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. ദ ടെമ്പറേച്ചർ ക്യാൻ റൈസ് സിഗ്നിഫിക്കൻ്റ്ലി എന്ന് വേണമെങ്കിലും പറയാം. എ ലോട്ടിന് പകരം ഉപയോഗിക്കാം സിഗ്നിഫിക്കൻ്റ്ലി എന്ന് ഉപയോഗിക്കാം. അതും ഒരുപാട് കൂടാ എന്നുള്ള സാധ്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബൈ ദ വീക്കെൻഡ് ശനി ഞായറൊക്കെ ആകുമ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോഴേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഞാൻ സിഗ്നിഫിക്കൻ്റ്ലി എന്ന് ഉപയോഗിച്ചു, നിങ്ങൾ റൈസ് എ ലോട്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അവിടെ സിഗ്നിഫിക്കൻ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് എന്താണ്? സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷാണ് ആദ്യം പഠിക്കേണ്ടത്. ആരെങ്കിലും നിങ്ങളെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള C2 ലെവൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ, അതായത് ഹൈ ഇൻ വൊക്കാബുലറിയും ഒക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് വീണേക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിത്തം തന്നെ നിർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോഴേ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.